ഇപ്പോഴുള്ള മുഖ്യമന്ത്രി ചർച്ചകൾ സമയനഷ്ടമെന്നും തങ്ങളുടെ ഡീൽ ജനങ്ങൾക്കൊപ്പമാണെന്നും പറയുകയാണ് ശശി തരൂർ MP. വിജയത്തിന് ശേഷം തീരുമാനം പറയേണ്ടത് ഹൈക്കമാൻഡ് എന്ന് തരൂരും ഓർമ്മിപ്പിച്ചു. എൻ്റെ അറിവിൽ തുടങ്ങിയിട്ടൊന്നുമില്ല. കാരണം അവസാനത്തിൽ നമ്മളുടെ പാർട്ടി ലൈൻ ക്ലിയർ ആണ്. വിജയം വന്ന ശേഷം MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അപ്പം നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അത് സമയം നഷ്ടമാണ്. അപ്പം എന്തിനാണ് ചർച്ച ചെയ്യണം? ഈ വിഷയം വരുന്നതേ എനിക്കും എതിർപ്പാണ്. നമ്മൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളുടെ വിഷയം ആരും ഏത് കസാലയിൽ ഇരിക്കുമെന്നല്ല. ഞാൻ സുധാകരൻ ചേട്ടനെ വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയില്ല. പക്ഷെ പറയണത്, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളില്ലേ? ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ആരോ വന്നിട്ട് ഈ ഡീലിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. വിശകലനങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, കെ സുധാകരൻ തുടങ്ങിവെച്ച മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണോ? ശ്രീജ, തീർച്ചയായും കഴിഞ്ഞ ഏറെക്കാലമായി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായി VD സതീശൻ ചുമതലയേറ്റ നാൾ മുതൽ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ കോൺഗ്രസ്, BJP ആയാലും CPM ആയാലും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരിഹാസമാണ്, എങ്ങാനും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത്. അതായത് പലരും 4-5 പേർ ഇപ്പോഴേ ആ കസേരയ്ക്കായി അടിപിടി കൂടുന്നു, അല്ലെങ്കിൽ ഷർട്ടും തുന്നി കാത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടേയിരുന്നത്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പോലും തർക്കം, ഡൽഹി കേന്ദ്രീകരിച്ച് തർക്കമുണ്ടായ സമയത്ത് പോലും സംഘടനാ ദൗർബല്യം കോൺഗ്രസിനെ എത്രത്തോളം അലട്ടുന്നു എന്ന രീതിയിലൊക്കെ തന്നെ ചർച്ചയായതാണ്. പക്ഷേ അതൊക്കെ തന്നെയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് ശേഷം അത്തരം ചർച്ചകളൊക്കെ ഡീൽ ആരോപണവുമൊക്കെ രാഷ്ട്രീയ പോരാളികൾ, അതായത് രാഷ്ട്രീയ 3 മുന്നണികളും ഡീൽ ആരോപണമൊക്കെ ശക്തമായി സജീവമാക്കി ചർച്ചയായപ്പോൾ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള സംഘടനാ ദൗർബല്യമോ അല്ലെങ്കിൽ സംഘടനാ വീഴ്ചയോ തർക്കങ്ങളോ ആഭ്യന്തര പ്രശ്നങ്ങളോ ഒന്നും തന്നെ പൊതുമധ്യ ചർച്ചയായി വന്നിരുന്നില്ല. തീർച്ചയായും ഈ സമയത്ത് വീണ്ടും കോൺഗ്രസിനുള്ളിൽ, അതായത് രാഷ്ട്രീയ പ്രതിയോഗികൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കേണ്ട അത്തരം ചർച്ചകളും അത്തരം വിഷയങ്ങളും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ആദ്യം കെ സുധാകരൻ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുക എന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയുന്നു. അപ്പോൾ തന്നെ VD സതീശനും KCയും ഒക്കെ തന്നെ അതിനെ തിരുത്തി രംഗത്ത് വരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ PJ കുര്യൻ, മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിയാണ് അധികാരം വരികയാണെങ്കിൽ, അധികാരത്തിൽ എത്തുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ അതൊരു പൊതുവേദിയിൽ അല്ലെങ്കിൽ അണികളെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു ആവേശത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതായിരിക്കാം എന്നൊക്കെ വാദിക്കാമെങ്കിൽ പോലും ഈ അവസരത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെയൊക്കെ ഒരു രീതി നമുക്കറിയാവുന്നതാണ്. തികച്ചും അങ്ങനെ ഒരു കൃത്യമായൊരു അച്ചടക്കം അല്ലെങ്കിൽ കൃത്യമായൊരു രീതിയുണ്ട്, ഒരു പ്രോട്ടോകോൾ പ്രകാരം ഇതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകണം. എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും അത്തരത്തിൽ കോൺഗ്രസ് സംബന്ധിച്ച് ഇപ്പോഴേ മുതിർന്ന നേതാക്കൾ ഈ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ മുന്നിട്ട് ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാവും കോൺഗ്രസിലെ നേതൃത്വത്തെ ബാധിക്കുക എന്നത് വിലയിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ PJ കുര്യനിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ അതിനെ തിരുത്തുന്നു. ഇതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്ന അഭിപ്രായവുമായി KC വേണുഗോപാലും ഒപ്പം തന്നെ VD സതീശനും ഒക്കെ എത്തുന്നു. രമേശ് ചെന്നിത്തലയും അത് അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ വീണ്ടും അതൊരു ചർച്ചയ്ക്ക് വരുന്നിടത്താണ് കോൺഗ്രസിൽ ഇപ്പോഴും ഒരു അധികാര തർക്കം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളെ മാത്രം ഉയർത്തി കാട്ടുമ്പോൾ മറ്റേയാൾ എങ്ങനെയാകും പ്രതികരിക്കുക? ഇപ്പോഴും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കോൺഗ്രസിൽ അനാവശ്യമായ ഒരു ചർച്ച ഈ സമയത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത്. ശ്രീജ, തീർച്ചയായും എന്തായാലും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ച നേതൃത്വത്തിന് പുതിയ തലവേദനയാവുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ.